എസ്തേർ അധ്യായം 5. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ച് ഗൃഹത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് അരമനയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് നീ തൻ്റെ കയ്യിലിരുന്ന ചെങ്കോൽ രാജാവ് എസ്തേരിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, രാജാവിന് തിരുമനസ്സുണ്ടായി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിനു രാജാവും ഹാമാനും ഇന്ന് വരണം എന്ന് അപേക്ഷിച്ചു. എസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കിയ വിരുന്നിന് ചെന്ന് വിരുന്നിൽ രാജാവ് എസ്തേരിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പകുതിയോളമായാലും അത് സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു. രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുമനസ്സുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹാമാൻ സന്തോഷവും ആനന്ദവും നിറഞ്ഞു തിരിച്ചുപോയി. എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ ബഹുമാനിക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാന് മൊർദെഖായിയുടെ നേരെ കോപം നിറഞ്ഞു. എങ്കിലും ഹാമാൻ സ്വയം നിയന്ത്രിച്ച് വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരെഷിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തൻ്റെ ധനമഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിനെ എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടി വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നുകൊണ്ടും എനിക്ക് ഒരു തൃപ്തിയും ഇല്ല എന്ന് ഹാമാൻ പറഞ്ഞു. അതിനവൻ്റെ ഭാര്യ സേരെഷും അവൻ്റെ എല്ലാ സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക. മൊർദെഖായിയെ തൂക്കിലിടുവാൻ നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടി വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് തൃപ്തിയായി. അവൻ കഴുമരം ഉണ്ടാക്കി വെച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.